ഞാൻ വന്നപ്പോ തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോഴും സ്റ്റീൽ ഗ്ലാസ് ആണ്. ഇവിടെ വന്ന എല്ലാ പാത്രങ്ങളും ശ്രദ്ധിക്കുമ്പോൾ സ്റ്റീൽ പാത്രങ്ങളാണ്. അത് എന്തുകൊണ്ട്? അതിലൊരു കാര്യം കൂടി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ ബിസിനസ് ആണ്, ഫാമിലി ബിസിനസ്. ഇപ്പൊ ഇവിടെ ഇല്ല, ബാംഗ്ലൂരിലും മംഗലാപുരത്തുള്ള. പക്ഷെ ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഇതൊക്കെയല്ല, പക്ഷെ ഏറ്റവും വലിയ ഇത് ഉണ്ണാനുള്ള പാത്രമാണ്. ഇതിവിടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്. ഇതും അതേപോലെ ഇത് നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്. അതേപോലെ ഈ വെൽഡിംഗ് സ്പോട്ട് കാണുന്ന പഴയ സാധനങ്ങളൊക്കെ എല്ലാത്തിലും ഹെബ്ബാർ ഇട്ടുണ്ടാവും. ഇതാ കണ്ടോ, ഹെബ്ബാർ സ്റ്റെൻസിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ഫാക്ടറിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതൊക്കെ അറൌണ്ട് 60 to 70 years ഓൾഡ് ആണ്. ഈ പാത്രങ്ങൾക്കുണ്ട് കഥ. ഓ മൈ ഗോഡ്, എന്റെ മുത്തശ്ശൻ കഴിച്ച പാത്രം ആണോ? ഇപ്പൊ ഇതിൽ തന്നെയാണ് എല്ലാരും ഫുഡ് കഴിക്കുക? അല്ല, ഇപ്പൊ വല്ലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്, ഒരു കൗതുകത്തിന്. ചിലപ്പോൾ ഗസ്റ്റ് ഒന്ന് പറയും ഇതിൽ കഴിക്കുന്ന, വല്ലപ്പോഴും. നൗ വി ഹാർഡ്ലി ടേക്ക് ഇറ്റ്. നമ്മളിപ്പോ ഗസ്റ്റിനൊക്കെ അല്ലേ കൊടുക്കാറുള്ളൂ. വല്ലവർക്കും ഇതിങ്ങനെ അതായത് സദ്യ പോലെ നമ്മൾ ഇങ്ങനെ വളർത്തുമ്പോ അങ്ങനെ ഗസ്റ്റ് വരുമ്പോ ഒരു കൗതുകത്തിന് വെച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി ഈ വീടിന്റെ ചെറിയ കഥകൾ മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇനിയും ഇവിടെ സംസാരിക്കാൻ എനിക്ക് ഉറപ്പാണ് ഇനിയും ഒരുപാട് കഥകളും അല്ലേ കാര്യങ്ങളും പറയണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ വൈൻഡപ്പിലേക്ക് അടുക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ തുടങ്ങിയത് ഒരു എൻട്രൻസ് എന്നല്ലേ, പക്ഷെ വേറൊരു എൻട്രൻസും കൂടെ ഉണ്ട് അല്ലേ? സെക്കൻഡ് മെയിൻ എൻട്രൻസ് ആക്ച്വലി ഇതാണ്. അത് സിറ്റ് ഔട്ടിന്റെ എൻട്രൻസ് ആണ്. സിറ്റ് ഔട്ടിനോട് എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ. അപ്പം ഈ ഒരു ഏരിയയിലേക്ക് ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ശരിക്കും ആ ഒരു എന്താ പറയാ മാവ്. എനിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. മുണ്ടപ്പുണ്ട്, ബെനറ്റ് അൽഫോൺസോ. പിന്നെ ഈ ഡോർ ഫുള്ള് ഡിസൈൻ ചെയ്ത് റിനോവേറ്റ് ചെയ്ത അനിതയാണ് കേട്ടോ. ഇത് അനിതയുടെ ക്രിയേഷൻ ആണ്. ഇത് എങ്ങനെയായിരുന്നു ഈ ഒരു പരിപാടി? ഇത് ആക്ച്വലി വാൾ ആയിരുന്നു. ഇവിടെ വിൻഡോ ആയിരുന്നു. അപ്പൊ ഈ ഡോറിന്റെ മൊത്തം ഇങ്ങനെയുള്ള ഡിസൈനും നമ്മുടെ പുലി സിംഹവും ഇതൊക്കെ സംഭവങ്ങളൊക്കെ അനിതയുടെ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് കാണാൻ പറ്റുന്നത്? മാവ്. ഞാൻ ആദ്യം ഇത് മുണ്ടപ്പ എന്ന് പറയും. ഈ വീടിന്റെ ആ സൈഡിലുള്ളത് മുണ്ടപ്പയാണ്. അതാണ് ഇതെങ്ങനെ പറഞ്ഞാൽ അതാണ്. പച്ചയായിരിക്കുമ്പോ ഭയങ്കര പുളിപ്പും, പഴുക്കുമ്പോ വളരെ 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 സ്വീറ്റ് ആണ്. ആൻഡ് താഴെ ഉള്ളത് അൽഫോൺസ്, ബെനറ്റ് അൽഫോൺസ്, നീലമൊക്കെ ഉണ്ട്. ഫുൾ ആക്ച്വലി ഇവിടെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുറ്റത്തുനിന്ന് ഓരോ സാധനങ്ങൾ പറിക്കുക, ഫുഡ് വെക്കാം. അതെ, സപ്പോർട്ടയുണ്ട്, ചക്കയുണ്ട്, മുരിങ്ങയൊക്കെ ഉണ്ട്. അല്ല പിന്നെ പൂക്കളുണ്ട്. നോക്ക്, നല്ല രസമുണ്ട് ആ ഏരിയ ഒക്കെ. പിന്നെ ഈ മാവ് വളർന്ന തന്നെ വേറൊരു ഭംഗിയുണ്ട്. ഇത് ഒട്ടുമാവാണ്. ഇത് മുത്തശ്ശന്റെ ഒരു ഫ്രണ്ട് പ്രേമപ്പ പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഈ മൊത്തമായിട്ട് ഇവിടെ പഴയ മാവും തോപ്പായിരുന്നത് എല്ലാം സെറ്റ് ചെയ്തത്. പഴയ ചന്ദ്രനഗർ കോളനി എന്ന് പറയുന്നത് എന്റെ മുത്തശ്ശന്റെ മാവും തോപ്പായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ അവിടെയുള്ള വീടുകളിലൊക്കെ ഒരു മാവെങ്കിലും ഉണ്ട്. അതെന്റെ മുത്തശ്ശൻ.